ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വീട്ടിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു മുട്ട പപ്സിൻ്റെയൊക്കെ ടേസ്റ്റിൽ വരുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കുക. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൽ കുറവ് ഉപ്പും 1/4 ടീസ്പൂണിൽ കുറവ് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ചെറിയ ലൂസിലൊന്ന് അടിച്ചിട്ടും വരാം. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് മസാല ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ 2 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വാറ്റി കൊടുക്കാം. അതൊന്ന് വഴന്നു വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ ഒന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം കുറച്ച് നെയ്യ് ഒന്ന് സൈഡിലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. ബാക്കിയുള്ളത് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ മാവുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഫ്ലെയിം ഇട്ടേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ ആക്കി വെച്ച ആ മസാല ഇട്ട് കൊടുക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്ലെയിം ഇട്ടിരിക്കുന്നത്. എന്നിട്ട് മുട്ട പുഴുങ്ങിയത് ഒരു 2 എണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചത് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുട്ടയൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. അങ്ങനെ മുട്ടയൊക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആ ബാക്കിയുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനമായിട്ട് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മൊസറല്ല ചീസ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മളൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മുകളിലിട്ട ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു പാത്രം വെച്ചിട്ട് അതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടിഭാഗം ഒന്നും കരിയാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. 3-4 മിനിറ്റിൽ കൂടരുത് കേട്ടോ. ഇനി പുറം ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാൻ കൂടി വന്ന 1 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി എഗ്ഗ് കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പൈസി എഗ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ബൈ.